നിസ്കരിക്കുന്നതിൽ വലിയൊരു ശതമാനം ആളുകളും ഡ്യൂട്ടിയെ പറ്റി ബോധമില്ലാത്തവരാണ്. അതുകൊണ്ടാണ് ആ നിസ്കാരങ്ങൾ ഒരു പരിധിക്കപ്പുറത്തേക്ക് കിടക്കാത്തത്. അവനവന്റെ ഡ്യൂട്ടിയെ പറ്റി മനസ്സിലാക്കുക. അവന്റെ ഡ്യൂട്ടി എന്ത് ചിന്തിക്കണം. വളരെ ഇത് തലക്ക് കൊടുത്ത് കയറ്റണം. അവൻ ആര്? അവൻ അള്ളാഹുവിനെ അർപ്പിച്ചു. അവൻ എന്തിനു വന്നു? അള്ളാഹ്ക്ക് വേണ്ടി വന്നു. അവനോ ദുനിയാവ് അവന്റെ ലക്ഷ്യമില്ല. കിട്ടിയാൽ കിട്ടിയില്ലെങ്കിലും, കിട്ടിയാൽ അൽഹംദുലില്ലാഹ്, കിട്ടിയില്ലെങ്കിലും അൽഹംദുലില്ലാഹ്, കിട്ടിയാൽ അൽഹംദുലില്ലാഹ്, കിട്ടിയില്ലെങ്കിലോ അൽഹംദുലില്ലാഹ്. കാര്യം അള്ളാഹു നിവർത്തിച്ചു. ഒന്നും കിട്ടിയില്ല, എന്നാലും അള്ളാഹു നിവർത്തിച്ചു. എന്തുകൊണ്ട്? വമാ മിൻ ദാബത്തിൻ ഫിൽ അർദ് ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. അവന്റെ റിസ്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റതാണ്. അത് നടപ്പിലാക്കും. അവന്റെ ഡ്യൂട്ടി എന്താ? അവൻ അള്ളാഹ്ക്ക് വേണ്ടി നിലകൊള്ളുക എന്നുള്ളതാണ് അവന്റെ ഡ്യൂട്ടി. അതിനാണ് വന്നത്. ആഖിറത്തിനെ പറ്റി അമൽ ചെയ്യുമ്പോഴും നിയ്യത്ത് ദഈഫത്താവും. അവിടെയാണ് അബദ്ധം. എന്താ നിയ്യത്ത്? നിയ്യത്ത് ചിന്തിക്ക്. എനിക്ക് എന്ത് സംഭവിച്ചാൽ എന്ത് സംഭവിച്ചാൽ ഞാനാരാ? ഞാൻ റബ്ബിന്റെ അബ്ദാണ്. റബ്ബ് തീരുമാനിച്ചതല്ലാതെ എനിക്ക് സംഭവിക്കൂല. കുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ. നബിയെ അങ്ങ് പ്രഖ്യാപിക്കുക, അറിയിക്കുക, ലൻ യുസീബനാ, നമുക്ക് എത്തുകയില്ല, ഇല്ലാ മാ കതബല്ലാഹു ലനാ, അല്ലാഹു നമുക്ക് നിശ്ചയിച്ചതല്ലാത്ത ഒരു കാര്യം നമുക്ക് എത്തുകയേ ഇല്ല. ലൻ യുസീബനാ, ലൻ യുസീബനാ. ലാ യുസീബുന എന്ന വാക്കും ലൻ യുസീബന എന്ന വാക്കും വ്യത്യാസമുണ്ട്. ലാ യുസീബുന ഞങ്ങൾക്ക് എത്തുകയില്ല, ലൻ യുസീബന ഞങ്ങൾക്ക് ഒരിക്കലും എത്തുകയില്ല, ഒരിക്കലും എത്തുകയില്ല. ലൻ യുസീബന ഞങ്ങൾക്ക് ഒരിക്കലും എത്തുകയില്ല, ഇല്ലാ മാ കതബല്ലാഹു ലനാ, അല്ലാഹു ഞങ്ങൾക്ക് നിശ്ചയിച്ചതല്ലാതെ. എന്ത് പ്രശ്നമാണ്? അപ്പൊ അവൻ എന്ത് ചെയ്യും? കണ്ടവന് പറഞ്ഞു. നമ്മൾ നാടന്മാർ പഠിച്ചൊരു പാടുണ്ട്, കണ്ടവർ പറഞ്ഞാൽ കഞ്ഞില്ല. ആരെ കഞ്ഞില്ല? ദുന്യാവിൻ്റെ അടിമകളെ കഞ്ഞില്ല. ദുന്യാവിൻ്റെ അടിമകളെ കഞ്ഞി എന്തില്ല? അള്ളാന്റെ കഞ്ഞിയാണ്. കണ്ടത് പറഞ്ഞാൽ കഞ്ഞില്ല. നമ്മളൊരാൾ കണ്ടത് പറയാൻ ഒരുങ്ങുകയാണെങ്കിൽ വേറൊരു നിരുത്സാഹപ്പെടുത്തും. കണ്ടത് പറയരുത്, കണ്ടത് പറഞ്ഞാൽ കഞ്ഞില്ല എന്ന് കേട്ടിട്ടില്ലേ? ഇവനെന്തിനാ പറഞ്ഞത്? കയ്പാണെങ്കിലും നേര് പറയാനാണ് അള്ളാഹു നിയോഗിച്ചത്. പിന്നെ അവിടെ കഞ്ഞിണ്ടോ ചോറുണ്ടോ നോക്കേണ്ട പാട്ടില്ല, അവനില്ല. വളരെ ചിന്തിക്കുക. നമ്മൾ നല്ലവരാണെന്ന് വാദിക്കുമ്പോഴും നമ്മൾ നിയ്യത്ത് ദഈഫാ. നിസ്കരിക്കാൻ പോകണം, നിയ്യത്ത് ദഈഫാ. വളരെ ചിന്തിക്കുക. നിയ്യത്ത് ദഈഫത്താണ്. നിയ്യത്ത് ദുർബലമായ നിയ്യത്താണ്. അല്ലാഹു എന്ന ചിന്ത നമ്മളെ കൽബിൽ വന്നിട്ടില്ല. അല്ലാഹു എന്ന ചിന്ത കൽബിൽ വരാതെ വന്നാലോ ഒരു അമലും അതിന്റെ മൗക്കയിൽ അതിന്റെ സ്ഥാനത്ത് എത്തുകയില്ല. അപ്പോൾ കുറെ അറിവല്ല ഉണ്ടാവുന്നത്, കുറെ അറിവ് വേണ്ട, ബോധം വേണം. ഇന്ന് മനുഷ്യർക്ക് അറിവുണ്ട് എന്നെല്ലാവരും പറയുന്നുണ്ട്, പക്ഷേ ബോധമില്ല. അറിവ് ആർക്കെങ്കിലും ഉണ്ടായാൽ മതി, എല്ലാവർക്കും ഉപകരിക്കാം. ബോധം എല്ലാവർക്കും വേണം. ഇന്നോ ആർക്കും അറിവെല്ലാവർക്കും ഉണ്ട്, ബോധം ആർക്കും ഇല്ല. സത്യത്തിൽ അങ്ങനെയല്ല വേണ്ടത്. എന്നിങ്ങനെ വേണ്ടത്? എങ്ങനെയാ വേണ്ടത്? അറിവ് ഒരാൾക്കുണ്ടായാൽ മതി. 1 കോടി ആളുകളിൽ ഒരാൾക്ക് അറിവുണ്ടായാലും ബാക്കി 1 കോടി ആളുകളിൽ ബാക്കിയുള്ളതിന് രക്ഷപ്പെടും. ഒരാൾക്ക് അറിവുണ്ടായാലും. പക്ഷേ ബോധമോ അതെല്ലാവർക്കും ഉണ്ടാവണം. മനസ്സിലായോ പറഞ്ഞത്? ചിന്തിക്കുക. ഒരാൾക്കുണ്ടായ അറിവല്ലേ ലോകത്തിന് മുഴുവൻ ഉപകരിക്കുന്നത്? അതല്ലേ മുഹമ്മദ് മുസ്തഫ? ഒരാൾക്ക് ഉണ്ടായ അറിവാണ് ഇന്ന് ലോകത്തെ. ആ ആളുടെ അറിവിൽ നിന്ന് പൊട്ടിച്ചെടുത്തല്ലാതെ എന്തറിവാണ് നമുക്കുള്ളത്? എന്നിട്ട് വല്ലതും നമുക്ക് കിട്ടിയോ? ആ അറിവിൻ്റെ ഊക്കെത്രയാണ്? ഖിയാമത്ത് നാൾ വരെയുള്ള കോടാന കോടി മനുഷ്യർക്ക് ഉപകരിച്ചത് പറയേ ഒരാളറിവാണ്. ഒരാൾക്കുണ്ടായാലും മതി. അറിവ് ഒരാൾക്കുണ്ടായാലും മതിയാവും. അറിവ് ഒരാൾക്കുണ്ടായാൽ മതിയാവും. സിദ്ദീഖുൽ അറിവിന് പേച്ചിട്ട്, സിദ്ദീഖുൽ അക്ബറിന് പേച്ചിട്ട് മുത്തുനബി തിരുത്തിയ സംഭവങ്ങൾ എത്ര? മുത്ത് മുഹമ്മദ് മുസ്തഫ തിരുത്തില്ലേ സിദ്ദീഖിന്? അതിനേക്കാൾ വലിയ ആൾ ഈ ഉമ്മത്തിലില്ലല്ലോ.
ഈ ഉമ്മത്തിൽ ഏറ്റവും പ്രധാനി സയ്യിദുനാ സിദ്ദീഖല്ലേ റളിയല്ലാഹു അൻഹു. അവർക്ക് പിഴച്ചിട്ട് അവർക്ക് തെറ്റിയിട്ട് ഹബീബ് തിരുത്തിയിട്ടില്ലേ? പക്ഷെ സിദ്ദീഖിന് ബോധമുണ്ട് റളിയല്ലാഹു അൻഹു. ആ വിഷയത്തിൽ അറിവില്ല, പക്ഷെ എന്തുണ്ട്? ബോധമുണ്ട്. ഏകൻ നബിയോടെന്ന് പറഞ്ഞു, അവൻ റസൂൽ അത് തെറ്റാന്ന് പറഞ്ഞു, അപ്പൊ വേഗം തിരുത്തി. ബോധമുണ്ട്. അറിവോ? അറിവ് നബിക്കാണ്. സിദ്ദീഖിന് അറിവില്ല. വളരെ അന്ന് ആ വിഷയത്തിൽ അറിവില്ല എന്നല്ല, അറിവ് നബിയിൽ നിന്ന് പകർന്ന് കിട്ടുന്നത് വരെ ആർക്കറിവില്ല. സിദ്ദീഖിന് അറിവില്ല. നബിന്ന് പകർന്ന് കിട്ടിയപ്പോഴല്ലേ ഉള്ളൂ. ഇനി നബിക്കുള്ള അറിവിൻ്റെ ഈ ദുനിയാവിലെ ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ മഹാനായ സിദ്ദീഖ് പറഞ്ഞ് ഒരു ബഹറിൽ നിന്നൊരു മുട്ടുസൂചിയിലെടുക്കുന്ന ഒരു വെള്ളത്തിൻ്റെ സ്പർശത്തിൻ്റെ അത്ര പോലും നബിയുടെ അറിവ് ആർക്ക് കിട്ടിയിട്ടില്ല. സിദ്ദീഖുൽ അക്ബർ കിട്ടിയെന്ന് ആര് വാദിച്ചാലും അത് കള്ളവാദിയാണ്. റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ ഫഖൻ നബിയ്യിന ഫീ ഖൽഖിൻ വഫീ ഖുലുഖിൻ വലം യുദാനുഹു ഫീ ഇൽമി. അമ്പിയാക്കൾ പോലും നബിയുടെ അടുത്തുള്ള വിവരത്തിൽ എന്ന സിദ്ദീഖ് റളിയല്ലാഹു. പക്ഷേ എന്തുണ്ട്? ബോധമുണ്ട്. ഈ ബോധം പകർന്ന് കിട്ടിയതാണ് വഹ്ശ് ഇബ്നു ഹർബിനും റളിയല്ലാഹു അൻഹു. ബോധമില്ലാത്ത കാലവും ബോധമുള്ള കാലവും വഹ്ശ് ഇബ്നു ഹർബിനുണ്ടായി റളിയല്ലാഹു. ബോധമില്ലാത്ത കാലത്തോ ദുനിയാവിന് വേണ്ടി ജീവിച്ചു, ബോധമുള്ള കാലത്തോ കരഞ്ഞു മരിച്ചു. കരഞ്ഞ് മരിച്ച ആളാണ്. ബക്ക ആണ്, ഏറെ കരഞ്ഞു മരിച്ച ആളാണ് മഹാനായ വഹ്ശ് ഇബ്നു ഹർബ്. ഒക്കെ പറ റളിയല്ലാഹു അൻഹു. കരഞ്ഞ് മരിച്ചുപോയ ആളാണ്. ബോധമില്ലാത്ത കാലത്ത് ഞാൻ ഹംസയെ കൊന്നല്ലോ റളിയല്ലാഹു അൻഹു. അങ്ങനെ പറയും. ഞാൻ ബോധമില്ലാത്ത കാലത്ത് ഈ ഉമ്മത്തിൽ കണ്ട ഏറ്റവും വലിയ മനുഷ്യനെ എൻ്റെ കൈകൊണ്ട് കൊന്നല്ലോ. അത് പറഞ്ഞ് കരഞ്ഞ് ആയുസ് തീർത്ത ആളാണ് ആര്? സയ്യിദുനാ വഹ്ശി. അവർക്ക് പറ റളിയല്ലാഹു അൻഹു. എന്തേ ആ കരയലിന് കാരണം? ബോധം. കൊല്ലാൻ കാരണം ബോധമില്ലായ്മ. മനസ്സിലായോ നിങ്ങൾക്ക്? ഇതിൻ്റെ ഇടയിൽ രണ്ട് കാര്യം പാസ് ചെയ്തിട്ടുള്ളൂ. ആദ്യം ബോധമില്ലായ്മ, പിന്നെ ബോധമുണ്ട്. കരഞ്ഞു. ആദ്യമോ കൊന്നു. കൊന്ന കാരണം എന്താ? ബോധമില്ല. അറിവിനൊന്നും വലിയ വ്യത്യാസം രണ്ട് അവസ്ഥയിലുമില്ല. മുസ്ലിമായിട്ട് ലോകം കണ്ട ഫഖീഹായി മാറിയ ആളാണോ വഹ്ശി? അല്ല. ലോകം കണ്ട മുഹദ്ദിസാണോ വഹ്ശ് ഇബ്നു ഹർബ്? അല്ല റളിയല്ലാഹു അൻഹു. ലോകം കണ്ട മുഫസ്സിറുൽ ഖുർആൻ ആണോ വഹ്ശ് ഇബ്നു ഹർബ് റളിയല്ലാഹു? അല്ല. പക്ഷേ ബക്ക ആണ്, ഏറ്റവും കരഞ്ഞ ആളാണ്. എന്താ കരയാൻ കാരണം? ബോധം. واستفريغ الدمع من عين قد امتلت من المحارم والزم حمية الندم مولاي صل وسلم دائما أبدا للخلق كلهم واستفريغ الدمع കണ്ണുനീരിനെ ചൊരിക്കണം. മിൻ ഐനിൻ, ഒരു കണ്ണിൽ നിന്ന് നീ കണ്ണുനീരിനെ ചൊരിക്കണം. ഖദീം തലഅത്ത് മിനൽ മഹാരിമി, അല്ലാഹു ഇഷ്ടപ്പെടാത്തത് കൊണ്ട് നിറച്ച കണ്ണല്ലേ അത്. ആ കണ്ണു നിന്ന് ഇനി നീ എന്ത് ചൊരിക്കണം? കണ്ണുനീർ ചൊരിക്കണം. വൽസം, എന്നിട്ട് നീ നിർബന്ധിതമായി പിടിച്ചുകൂടണം. ഹിമ്യത്തൻ നദമി, ഖേദം എന്ന പ്രൊട്ടക്ഷനെ. ഹിമ്യത്ത് പ്രൊട്ടക്ഷൻ, ഒരു സുരക്ഷിതത്വം. എന്തിൻ്റെ? നദം, ഖേദത്തിന്റെ സുരക്ഷിതത്വം. സെക്യൂരിറ്റി ഗാർഡിനെ, ഈ സെക്യൂരിറ്റി ഗാർഡ് കുറെ ആളെ കൊണ്ടിറക്കല്ലുണ്ട്. നിന്റെ സുരക്ഷിതത്വം എന്തായിരിക്കണം? ഖേദം. എന്തുകൊണ്ട്? ഖേദമുള്ളവൻ്റെ അടുത്തേക്ക് അള്ളാഹുവിൻ്റെ കാര്യത്തിൽ ഒരു കാലത്ത് ഞാൻ അള്ളാഹിനെ മനസ്സിലാക്കാതെ പോയല്ലോ എന്ന കാര്യത്തിൽ ഒരാൾ ഖേദിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ പ്രൊട്ടക്ഷൻ ആ ഖേദം തന്നെയാണ്. ഖേദമുള്ളിടത്ത് ഒരു മുഅ്മിനായ മനുഷ്യന് അള്ളാഹുവിനെ ആലോചിക്കാതെ ഒരു കാലം ഇനി കഴിഞ്ഞു പോയല്ലോ എന്നൊരാൾ ഖേദിച്ച് കരയുന്നുണ്ടെങ്കിൽ അവനെ പൊതിയും ആര്? അള്ളാഹിൻ്റെ മലക്കുകൾ പൊതിയും. പിന്നെന്തിനാ വേറെ പ്രൊട്ടക്ഷൻ? മനസ്സിലായില്ല? നിങ്ങൾ ചിന്തിക്കുക. അപ്പം നമുക്ക് എന്ത് വേണം? ഖേദം ഉണ്ടാവണമെങ്കിൽ അറിവുണ്ടായിട്ട് കാര്യമില്ല. അറിവുണ്ട് ബൽആമിന്, ഖേദമില്ല. ബൽആമിന് അറിവുണ്ട്, ഖേദമില്ല. ബൽആമിന് അറിവുണ്ട്, ഖേദമില്ല. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു സിനിമക്ക് പോയതിന്റെ പേരിൽ
മരണം വരെ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്ത് മരിച്ച എത്ര ആളുകൾ നമ്മളെ മുൻഗാമികളിൽ വിവരമില്ലാത്ത ആളുകളിൽ വന്നിട്ടുണ്ട്. എത്ര വിവരമില്ലാത്ത ആൾ, വിവരമില്ല, ഒരു വിവരമില്ല. പക്ഷേ ആരോ പ്രേരിപ്പിച്ചൊരു സിനിമക്ക് പോയി. പിന്നെ പൂളം കിളക്കുമ്പോഴും മയക്ക മണ്ണിടുമ്പോഴും കന്നുമുട്ടുമ്പോഴും നാറ് നടുമ്പോഴും വീട്ടിൽ പണിയെടുക്കുമ്പോഴും വിറക് വെട്ടുമ്പോഴും മനസ്സിൽ ഖേദം വരും. പഠിച്ചോനെ അങ്ങനെ ഒരു അബദ്ധം എൻ്റെ കയ്യിൽ നിന്ന് ആ ചങ്ങാതിമാരെന്നെ വെട്ടിലാക്കിയിട്ട് ഞാൻ ചെയ്തു പോയല്ലോ. ഇങ്ങനെ കരി മനസ്സിലായില്ലേ പറഞ്ഞത്? ചിന്തിക്ക്. എനിക്ക് വിവരമുണ്ട്, ഒരു വിവരമില്ല, പക്ഷെ എന്തുണ്ട്? ബോധമുണ്ട്. എന്തോ ചിലപ്പോൾ ഒരു പറ്റിന് പറ്റിപ്പോയിട്ടുണ്ട് ഒരു സിനിമക്ക് വേണ്ടി വരും. അങ്ങനത്തെ ആളുകൾ എത്ര നമ്മുടെ സമുദായത്തിൽ കഴിഞ്ഞു പോയി. വിവരമില്ല, ബോധമുണ്ട്. നമുക്ക് വിവരമുണ്ട്, ബോധമില്ല. ബഷീർ റളിയല്ലാഹു അൻഹു ബോധമുണ്ടായി. ബോധമില്ലാത്ത കാലത്ത് ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊലപ്പെടുത്തി. പിന്നെ ബോധമുണ്ടായി. ബോധമുണ്ടായപ്പോൾ പറഞ്ഞുകൊണ്ട് നടന്നു, എന്ത്? ഖതൽതു ഖൈറൽ ഇബാദ്, ഖതൽതു ഖൈറൽ ഇബാദ്, ഖതൽതു ഖൈറൽ ഇബാദ് ഫയബ്കി. കണ്ടവരോടൊക്കെ പറയും, ഞാൻ ഏറ്റവും നല്ല മനുഷ്യനെ കൊന്നോനാണ്. കരീം കണ്ടവരോടൊക്കെ പറയും. ഒരാളെ കണ്ട പറയും, ഞാൻ ആള് മോശ, ഞാൻ ഏറ്റവും നല്ല മനുഷ്യനെ കൊന്നോനാ. ഇങ്ങോട്ട് കാര്യം ആര്? പക്ഷി വെറുതെ ഇരിക്കല്ലേ. എന്തിക്ക് തൂണിന് മറന്നിരുന്ന് കാര്യം. റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്നാൽ റസൂലുള്ളാഹിക്ക് ഞാൻ ഹംസ റളിയല്ലാഹുവിനെ കൊന്ന രംഗം ഓർത്തു പോകുമല്ലോ എന്ന് ചോദിച്ച് തൂണിന് മറന്നിരുന്ന് കരയും. ബഷീർ റളിയല്ലാഹു അൻഹു എന്തുകൊണ്ട്? പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹംസ റളിയല്ലാഹു അൻഹുവിനെ വഹ്ശി കൊലപ്പെടുത്തുമ്പോൾ പൊട്ടി കരയുന്നത് വഹ്ശി കണ്ടിട്ടുണ്ട്. അതിനേക്കാൾ വലിയൊരാളുണ്ട്. ഭൂമിയുടെ മുൻമുകളിൽ ഏറ്റവും വലിയ രക്തസാക്ഷി ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ്, എന്റെ കളാപ്പയായ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബാണെന്ന് മുഹമ്മദ് മുസ്തഫ. അഫ്ളലു ശുഹദാഇ ഫൗഖൽ അർള്, ഈ ഭൂമിയുടെ മുകളിലെ ഏറ്റവും മഹാനായ രക്തസാക്ഷി ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ കൊന്നു, ബോധമില്ലാതെ. പിന്നെ ആ മനുഷ്യൻ ബോധമുണ്ടായി. ഇവർ രണ്ടാളും അള്ളാഹിന്റെ കോടതി കെട്ടിപ്പിടിക്കും. എന്തുകൊണ്ട്? ഹംസ റളിയല്ലാഹു വല്ല പ്രശ്നമുണ്ടോ? ഇല്ല. ബോധമില്ലാത്ത കാലത്താണ്. ഖിസാസ് ഉണ്ടോ? ഇല്ല. മഹ്ശറിൽ ഖിസാസ് ഉണ്ടോ? ഖിസാസ് എടുക്കും. ഹംസ റളിയല്ലാഹു അൻഹു ഇല്ല. എന്തുകൊണ്ട്? അന്ന് വഹ്ശിക്ക് ബോധമില്ല. പിന്നെ ബോധം ഉണ്ടായിട്ടുണ്ട്. ബോധമില്ലാതെ മരിച്ചല്ല, ബോധം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ പ്രായശ്ചിത്തമായിട്ടാണ് ജീവിതം മുഴുവൻ കരഞ്ഞത്. അതാണ് ഒരു പ്രൊട്ടക്ഷനെ നീ കൂടെ കൊണ്ടു നടക്കണം. ആ പ്രൊട്ടക്ഷൻ മറ്റൊന്നുമല്ല, ഖേദം. ചെയ്തു പോയല്ലോ, സംഭവിച്ചു പോയല്ലോ, ചെയ്തു പോയല്ലോ. കണ്ണുനീര് ഒരിക്കലും പറ്റരുത്. അലാമത്തു ശഖാവ, ഒരാൾ ദോഷിയായതിന്റെ ലക്ഷണമാണ് എന്ത്? ജുമൂദുൽ ഐനി, കണ്ണു പറ്റുക. കണ്ണു പറ്റിയാൽ ദോഷിയായതിന്റെ അടയാളമാണ്. കണ്ണുപറ്റാൻ പാടില്ല. മനസ്സിലായില്ല? കണ്ണുനീരില്ല, കണ്ണുനീര് വരൂല. ഏത് വയറിലിട്ടാലും കണ്ണുനീര് വരൂല. ഏതൊരു കാര്യം പറഞ്ഞാലും കണ്ണുനീര് വരൂല. കണ്ണുനീരാണ് വരുന്നില്ല. പിന്നെ ഒരു കണ്ണുനീര് വരും. എന്ത്? ഗൾഫിൽ നിന്ന് സ്വർണ്ണ ബിസ്ക്കറ്റ് കൊണ്ട് മകൻ വന്നപ്പോൾ കരിപ്പൂരി പിടിച്ചു, അപ്പൊ കരഞ്ഞു. നരകം പറഞ്ഞപ്പോൾ കരഞ്ഞില്ല. സ്വർഗത്തിന് വേണ്ടി അധ്വാനിച്ച മഹാന്മാര് ചരിത്രം പറഞ്ഞപ്പോൾ കരഞ്ഞില്ല. പക്ഷേ സ്വർണ്ണ ബിസ്ക്കറ്റും കൊണ്ട് മകൻ വന്നപ്പോൾ എയർപോർട്ടിൽ പിടിച്ച് ഇത് കേട്ടപ്പോ കരഞ്ഞു പോയി. അതിൽ പിന്നെ അറ്റാക്കായി മരിച്ചേ. അങ്ങനെയുണ്ട്. മറ്റാളുകളെയും കേട്ടില്ല.
واستفريغ الدمع من عين قد امتلأت من المحارم والزمهمية الندم. ഖേദം എന്ന പ്രൊട്ടക്ഷനെ കൊണ്ട് നടക്കുക. എൻ്റെ ഒരു ബോധമില്ലായ്മയുടെ കാലഘട്ടം കഴിഞ്ഞു. നമുക്കൊക്കെ അത് വേണം. നിങ്ങളിവിടെ വന്നിരിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ ഒരു കാലം കഴിഞ്ഞിട്ടുണ്ട്. എന്ത് ബോധമില്ലായ്മ? ഇന്ന് ബോധം ഉണ്ടായതുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ഇത് രാവിലെ സുബഹിൻ്റെ മുമ്പ് എണീറ്റ് ഒരാൾ ഇവിടെ മണ്ണാർക്കാട് നിന്ന് ക്ലാസ്സിന് എത്തിയിട്ടുണ്ട്. മണ്ണാർക്കാട് നിന്ന് ഒരാൾക്ക് എത്തിയ ഒരാൾ ഈ ഇരിക്കുന്ന 10-15 ആളെ കൂട്ടത്തിൽ ഒരാൾ മണ്ണാർക്കാട് നിന്ന് ഈ ക്ലാസ് കഴിഞ്ഞ് അയാൾ പോകും. എന്തിനു കൊണ്ടാണ് മണ്ണാർക്കാട് നിന്ന് വരുന്നത് ക്ലാസ്സിന്? ക്ലാസ് അയാൾക്ക് യൂട്യൂബിൽ കിട്ടൂലേ? കിട്ടും. പിന്നെന്തിനാ അയാൾ വന്നത്? അയാളെ സദസ്സിൽ പങ്കെടുക്കാൻ പോലെ. എന്തുകൊണ്ട്? സദസ്സിൽ പങ്കെടുത്ത കൂലി ഏതായാലും യൂട്യൂബിൽ ഉണ്ടാവില്ല. ഈ കൂട്ടത്തിൽ ഒരാളുണ്ട്, ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ഒരാളുണ്ട്, അയാൾ മണ്ണാർക്കാട് നിന്ന് വരും. അതേ സമയത്ത് ഈ ക്ലാസ് ഇവിടെ തുടങ്ങി 126ാമത്തെ ക്ലാസ്. ഇതേ 10-25 വാരം അപ്പുറത്തൊരാൾ ഇങ്ങോട്ട് കയറി നോക്കിയിട്ടില്ല. എത്ര ആൾ കയറിയിട്ടില്ല? 100 കണക്കിന് ആൾ കയറിയിട്ടില്ല, 1000 ആളുകൾ കയറിയിട്ടില്ല. എന്ത്? അവർക്കതറിയില്ല. താമരയുടെ ചുവട്ടിൽ ഇരിക്കുന്ന തവളക്ക് ചേറ്റിലല്ലാതെ താല്പര്യമില്ല. താമരയുടെ ചുവട്ടിലാണ് തവള ഇരിക്കണേ, പക്ഷെ തവളയുടെ കണ്ണ് ചേറ്റിലേക്കാ. ചേറ്റിലിങ്ങനെ ആണ്ട് കിടക്കലാണ് തവളയുടെ താല്പര്യം. എന്നാൽ കിലോമീറ്ററുകൾ അപ്പുറത്തുനിന്ന് വാസന കിട്ടിയിട്ട് ഓടി വരുന്നത് വണ്ട് ഇവിടുന്നാ വരുന്നത്. മനസ്സിലായില്ലേ? വണ്ട് എത്രയോ ദൂരത്തുനിന്ന് വരികയാണ്. എത്രയോ ദൂരത്തുനിന്ന് ലഹാശമമുൻ, ആ താമരപ്പൂവിന്റെ വാസന അടിച്ചിട്ടുണ്ട് എത്രയോ ദൂരത്തുനിന്ന്. ആർക്ക്? കരിവണ്ടിന്. തവളയും കരിവണ്ടും നോക്കിയാൽ ഏറ്റവും വലിയ ജീവിയാരാ? തവള. ഒരു 10 കരിവണ്ടിൻ്റെക്കാൾ ഉണ്ടാവും ഒരു തവള. എവിടെ തവള? തവള താമരയുടെ ചുവട്ടിലാണ്. എന്നിട്ടോ ഒരിക്കൽ പോലും താമരപ്പൂവിലേക്ക് നോക്കാൻ ആർക്ക് കഴിഞ്ഞിട്ടില്ല? തവള കഴിഞ്ഞിട്ടില്ല. തവള എങ്ങോട്ടാ നോക്കണ്? ചെറ്റിലേക്ക്. എങ്ങനെയുണ്ട്? എത്രയോ ദൂരത്തുനിന്ന് വാസന അടിച്ചിട്ട് പറന്നു വരും. വേറെയുണ്ട് വേറെ ആളുകൾ. മണ്ണാർക്കാട് പോലെ ദൂരത്ത് നിന്നൊക്കെ വന്ന ആളുകൾ വേറെയുണ്ട്. പറഞ്ഞ സസ്സ. പക്ഷെ ഭൂരിപക്ഷം ആളുകളും 10, 25, 35 കിലോമീറ്റർ വന്നവർ. എന്റെ കാരണത്തിൽ പോട്ടാണ്. എന്നെ മറ്റൊരു വരാഞ്ഞു. ബോധമില്ലായ്മയാണ്. സ്കരിക്കണില്ലേ? ഉണ്ട്. പക്ഷെ ബോധമില്ല. സ്കരിക്കണില്ലേ? ഉണ്ട്. ബോധമില്ല. എൻ്റെ ക്ലാസ്സിന് വരാത്തവർക്കൊന്നും ബോധമില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. എന്നാലുണ്ടല്ലോ 126 ക്ലാസ് കഴിഞ്ഞിട്ട് എന്താണാവോ ഇയാൾ ഈ ഒച്ചടണമെന്ന് അറിയാൻ വേണ്ടി ഒന്നിട്ട് കയറി നോക്ക്. അല്ല പേച്ചിട്ട് അങ്ങനെ ഉണ്ടല്ലോ, പേശക്കല് അങ്ങനെ ഉണ്ടാവൂല. ഏതായാലും ഇവിടെ നടക്കണൊക്കെ കൊല്ലം ഒച്ചയും വിളിയൊക്കെ കേൾക്കാം. പിന്നെ ഒന്ന് നോക്കുക എന്തൊക്കെ ഇവിടെ നടക്കണമെന്ന് അറിയാലോ. അപ്പൊ ഒന്ന് പേച്ച് കയറുക. കുന്നിൻ്റെ മുകളാകുമ്പോൾ ഇവിടെ അതിരാവിലെ തന്നെ വെയിലുദിക്കും. അപ്പോൾ ഒന്ന് വെയിൽ ഒന്ന് കായ, ഒന്ന് മൂരി നിവർത്താം. എന്തൊക്കെ കാര്യമുണ്ട്. താഴെ കടന്നുറങ്ങുന്ന ആൾക്ക് നല്ല സുഖത്തിൽ വെയിൽ കിട്ടാൻ നല്ലതും മേലെയാണ്. വെയിൽ കൊണ്ടാൽ വിറ്റാമിൻ ഡി ഉണ്ടാവും. ഏറ്റവും കൂടുതൽ വിറ്റാമിൻ ഡി കിട്ടുന്നത് വെയിലാണ്. സൺ ലൈറ്റ്സിനെ പോലെ വിറ്റാമിൻ ഡി കിട്ടുന്ന വേറൊരു സാധനമില്ല. പക്ഷേ ഒരിക്കലും താഴെയുള്ള ആൾക്ക് ഇങ്ങോട്ട് കയറി നോക്കാൻ തോന്നിയില്ല. എന്തേ? ഈ വിഷയത്തിൽ ബോധമില്ല. വളരെ ചിന്തിക്കുക. അതില്ലേ? വേറെ വല്ല രാഷ്ട്രീയ നേതാക്കന്മാർ ഇവിടെ രാവിലെ വരികയാണെങ്കിൽ അപ്പോൾ വരും ചെയ്യും. അല്ലെങ്കിൽ പല കളിക്കാരോ പന്തളിക്കാരോ വല്ല നാടകക്കാരോ ഒക്കെ വരികയാണ്. അപ്പോൾ ഒരു വലിയ രാഷ്ട്രീയ നേതാക്കന്മാർ വന്നാലും വരും. എന്തുകൊണ്ട്? രാഷ്ട്രീയമൊക്കെ നല്ല വിലയുള്ള സാധനമാണ്. അള്ളാഹു അത്ര വിലയില്ലാത്ത സാധനം. അത്രയൊന്നും വിലയില്ല. എപ്പോഴെങ്കിലും അള്ളാഹു ഫുറഹിമല്ലേ. 25-ാമനെന്ന് കരഞ്ഞത്തിന് അള്ളാഹനെ കിട്ടും. ഇനിയിപ്പോൾ തുടങ്ങി
ഇന്നലെ മിഞ്ഞാന്ന് തുടങ്ങി ഇന്ത്യ റജബ് റമളാൻ വരട്ടിയ റമളാൻ വരട്ടിയ ഏത് കള്ളന്മാർക്കും രക്ഷപ്പെടാൻ വേണ്ടിയുള്ള കാലമാണല്ലോ ഇത് റമളാൻ. കൊല്ലത്തിൽ ഒരു 25 ഒരു കരച്ചിൽ കഴിഞ്ഞാൽ കഴിഞ്ഞു. അല്ലാഹ് എന്ന് പറഞ്ഞാൽ അത്ര വലിയ വിലയൊന്നുമില്ല, അതൊക്കെ എപ്പോഴെങ്കിലും കിട്ടിയ മതി. നേരെ മറിച്ച് രാഷ്ട്രീയ നേതാവിന് വിലയുണ്ട്. രാഷ്ട്രീയ നേതാവിന് വിലയുണ്ട്. രാഷ്ട്രീയ നേതാവിന്റെ പ്രസംഗത്തിന് വിലയുണ്ട്. മൗലിയർക്ക് വിലയില്ല. മൗലിയർക്ക് യാതൊരു വിലയില്ല. മൗലിയർ എന്ന് പറഞ്ഞാൽ നാട്ടിൽ വിത്തന ഉണ്ടാക്കാനാണ് അവർ പ്രസ്താവിക്കുക. ഏറ്റവും വലിയ വിത്തനക്കാർ രാഷ്ട്രീയക്കാരല്ലേ. ഓർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലൂടല്ലാതെ വേറെന്താ പണി? എല്ലാ ദിവസത്തെ പത്രത്തിലും വരുന്നുണ്ടാ രാഷ്ട്രീയക്കാർ തല്ല്. രാഷ്ട്രീയക്കാര് തല്ല് ദിവസം രാഷ്ട്രീയക്കാര് തമ്മിൽ നടത്തുന്ന തല്ല് രാഷ്ട്രീയക്കാരുടെ ഫിത്നയല്ലാതെ ഒരു പത്രത്തിലും ഇല്ല. ഇന്നത്തെ പത്രത്തിലും അങ്ങനെയാണ്, ഇന്നലത്തെ പത്രത്തിലും അങ്ങനെയായിരിക്കും. ഞാൻ ഇന്നലത്തെയും മിഞ്ഞാറ്റൊന്നും പത്രം കണ്ടിട്ടില്ല. രാഷ്ട്രീയക്കാരെ തല്ലാണ് പത്രത്തിൽ വരുന്നത് എന്ന് മനസ്സിലാക്കിയ ശേഷം പത്രം വായിക്കുന്ന വഞ്ചനയിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു. പത്രം വായിക്കില്ല. എന്തുകൊണ്ട്? അങ്ങനത്തെ മനുഷ്യനാണ് ഞാൻ. ഞാനൊരു അപരിഷ്കൃതനാണ്. ഞാൻ അപരിഷ്കൃതനെ കാണണമെങ്കിൽ എന്നെ നോക്കിക്കോളി, ഞാൻ പത്രം വായിക്കില്ല. ഇതൊക്കെ രാഷ്ട്രീയക്കാരുടെ സ്റ്റെൻഡുകളാണ്. അതിന് നേരം കളഞ്ഞാൽ അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് നഷ്ടം വരുമെന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ പത്രം വായന നിർത്തി. എന്തെങ്കിലും വല്ല പ്രധാനം ഉണ്ടെങ്കിൽ ആരെങ്കിലും വിളിച്ചറിഞ്ഞു തരും. എന്നാലും പത്രത്തിൽ ഇന്നാലും വാർത്ത ഉണ്ടായിരുന്നു, നോക്കി ഉസ്താദ്. അപ്പോൾ ഞാൻ അത് നോക്കും. അല്ലെങ്കിൽ അതിൻ്റെ കട്ടിങ് അവരെ അയച്ചു അപ്പോൾ അത് നോക്കും. പത്രം വായിക്കില്ല. പത്രം വരാത്തതിൻ്റെ പേരിൽ എൻ്റെ പരക്കാരൻ ഞാനും ബഹിഷ്കരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് പത്രം ഞാൻ വാങ്ങി വെക്കലുണ്ട്. ഇന്നും വീട്ടിലെന്നും പോരുമ്പോൾ ഗേറ്റിൻ്റെ മുന്നിലുള്ള പത്രം വാങ്ങിയിട്ട് നേരെ സിറ്റൗട്ട് കൊണ്ടയച്ചു. അത് ഞാൻ തന്നെയാണ്. ഞാൻ വായിക്കില്ല. ഞാൻ ഇക്കൊല്ലത്തെ പത്രം വായിച്ചിട്ടില്ല, കഴിഞ്ഞൊല്ലത്തെ പത്രം വായിച്ചിട്ടില്ല, പിന്നെ മേലത്തെ പത്രം വായിച്ചിട്ടില്ല. ഞാൻ അടുത്തൊല്ലത്തെ പത്രം വായിക്കില്ല. എനിക്കൊരു പത്രമുണ്ട്, അല്ലാഹു നസ്സല അഹ്സനൽ ഹദീഥി കിതാബൻ മസാനിയ തഖ്ശഅറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും. അത് വല്ലാത്തൊരു പത്രമാണ്. അതിലില്ലാത്തൊരു വാർത്തയില്ല. ലം തഖ്തരിം ബിസമാനിൻ വഹിയ തുഖ്ബിറുനാ അനിൽ മആദി വഅൻ ആദിൻ വഅൻ ഇറമീ. അത് പറയാത്തൊരു കഥയും ഇല്ല, അത് പറയാത്തൊരു ചരിത്രവും ഇല്ല. ആയാതു ഹഖ്ഖിൻ മിന റഹ്മാനി മുഹദസത്തുൻ ഖദീമത്തുൻ സിഫത്തുൽ മൗസൂഫി ബിൽ ഖിദമി ലം തഖ്തരിൻ ബിസമാനിൻ വഹിയ തുഖ്ബിറുനാ അനിൽ മആദി വഅൻ ആദിൻ വഅൻ ഇറമീ. ആയാതു ഹഖ്ഖിൻ മിന റഹ്മാൻ, റഹ്മാന്റെ വചനങ്ങൾ. അത് വല്ലാത്ത ഖദീമത്തുൻ സിഫത്തുൽ മൗസൂഫി ബിൽ ഖിദമി. ആയാതു ഹഖ്ഖിൻ മിന റഹ്മാനി മുഹദസത്തുൻ ഖദീമത്തുൻ സിഫത്തുൽ മൗസൂഫി ബിൽ ഖിദമി. അല്ലാഹുവിന്റെ ഏറ്റവും പഴക്കമുള്ള വചനങ്ങൾ, പണ്ടേ ഉള്ള വചനങ്ങളാണ്. ലം തഖ്തരിം ബിസമാനിൻ, അതൊരു കാലത്തെയും പറയാതെ കടന്നുപോയിട്ടില്ല. വഹിയ തുഖ്ബിറുനാ അനിൽ മആദി വഅൻ ആദിൻ വഅൻ ഇറമി. ആദ് ഗോത്രത്തിന്റെയും ഇറം ഗോത്രത്തിന്റെയും ഒക്കെ കഥ നമുക്ക് പറഞ്ഞത് ആ വചനങ്ങളാണ്. അനിൽ മആദി, ഇനി നമ്മൾ ചെന്നെത്താവുന്ന ഒരു ലോകമുണ്ട്, അവിടുത്തെ കഥയും പറഞ്ഞുതരാൻ അതിന് കഴിയും. അതല്ലേ പത്രം. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ്, ഏറ്റവും നല്ല വാർത്ത ഇറക്കിയവൻ അല്ലാഹുവാണ്. ഇത് കോഴിക്കോട്ടെ പബ്ലിഷിംഗ് അല്ല. വളരെ വളരെ ചിന്തിക്ക്. ഞാൻ പത്രങ്ങൾ ദോഷാന്ന് പറയല്ല, അതിന് സമയം കളയലില്ല. പത്രങ്ങൾക്ക് ഞാൻ വേണ്ടി ഞാൻ സമയം കളയലില്ല. അത് ശരിയാണെന്നും എനിക്ക് അഭിപ്രായമില്ല, തെറ്റാണെന്നും എനിക്ക് അഭിപ്രായമില്ല. ചില കാര്യങ്ങളെപ്പറ്റി നമുക്ക് പത്രം വായന ശരിയാണെന്നോ തെറ്റാണെന്നോ എനിക്ക് അഭിപ്രായമില്ല. നാട്ടിൽ ആരെങ്കിലുമൊക്കെ വായിക്കുന്നത് നല്ലതാണെന്ന് എൻ്റെ അഭിപ്രായം. എന്തുകൊണ്ട്? ഒരാൾ വായിച്ചാലും മതിയോ? ഒരാൾ വായിച്ചാൽ മതി. ചില കാര്യങ്ങൾ എല്ലാവരും കൂടെ ഒരാളെ ഏൽപ്പിച്ചാലും നന്നാവുമല്ലോ. ഉദാഹരണം, കറണ്ട് ബില്ലടക്കുക. കറണ്ട് ബില്ലടക്കാൻ ഒരു കരയിലുള്ള ആളുകൾ ഒരാളെ ഏൽപ്പിച്ചാൽ മതി. എന്നാ പിന്നെ എൻ്റെ കൃത്യമായി അടക്കും. കറണ്ട് ബില്ലടക്കാൻ ഒരാളെ, ഒരു കരയിൽ ഒരു 25 പുരക്കാരുണ്ടെന്ന് സങ്കല്പിക്കും. ആ 25 പുരക്കാർ ഒരാളെ തീരുമാനിച്ചു, അവറാനെ ഇത് കറണ്ട് ബില്ല് അടക്കണം. കറണ്ട് ബില്ല് വന്ന് എൻ്റെ അടക്കലിൻ്റെ ഡേറ്റിന് ഇജ് വരണം.
ഓരോ പെരയിലും കറണ്ട് ബില്ല്, ഒരു ഏരിയയിൽ കറണ്ട് ബില്ല് കൊടുക്കൽ ഒരു സമയത്താണല്ലോ അങ്ങനെ വന്ന് കൊടുക്കും. അതുപോലെ അറിയാലോ, അങ്ങനെ തന്നെയല്ലേ പറയും, ഒരു ഏരിയയിൽ കറണ്ട് ബില്ല് കൊടുക്കുക ഒരു സമയത്താണ്. വരിക കറണ്ട് ബില്ല് വന്നാൽ ഉടനെ ഒന്ന് ഓർമ്മപ്പെടുത്തും, ഇതാ ലാസ്റ്റ് പീസ് വരുന്ന ഡേറ്റ് എന്നാണ്, എന്നാൽ ഞാൻ വരണ്ട് ഇത്രാം തീയതി വന്നു. അല്ലെങ്കിൽ പറയും, ഇതാ എനിക്ക് നിങ്ങളെ ഓരോരുത്തരുടെയും ആവശ്യത്തിന് വരാൻ പറ്റൂല, ഞാൻ എന്താ കറണ്ട് ബില്ല് ഇറക്കുന്നതിൻ്റെ മുമ്പ് 5 ദിവസം മുമ്പ്, പിന്നെ ഞാൻ അതിൻ്റെ പിഴ വരുന്നതിൻ്റെ 4 ദിവസം മുമ്പ് ഇത്രാം തീയതി ഞാൻ വരും, അന്ന് പൈസ തോന്നണം, എനിക്ക് തന്നിട്ട് ലീവ് നിങ്ങൾ കൊണ്ട് കിടക്കേണ്ടി വരും. ഉണ്ടായി പിന്നെ കറണ്ട് ബില്ലിന് വേണ്ടി അടക്കാൻ വേണ്ടി പോവേണ്ടി വരും എന്ന് വിചാരിച്ച് എല്ലാവരും അവറാൻ ഏൽപ്പിക്കും. അപ്പൊ 25, 50, ചിലപ്പോൾ 100 ഈ കറണ്ട് ബില്ല് കൊണ്ട് അവനങ്ങനെ ജീവിച്ചു പോകും ചെയ്യും. അവനെ എന്തെങ്കിലും കിട്ടും, അവനങ്ങനെ കഴിഞ്ഞു. അതുപോലെ തന്നെയാണ് പത്രം വായന. ഒരു കരയിലുള്ള ഒരാൾ പത്രം വായിച്ചാൽ മതി, മൊത്തം പ്രശ്നം വരുന്ന കാര്യങ്ങൾ അയാൾ വിളിച്ചറിയിക്കും. പിന്നെ ഇങ്ങനെയൊരു വിഷയമുണ്ട്, സർക്കാരിൻ്റെ എന്നാലും നിയമമുണ്ട്, ആ നിയമം എല്ലാവരും പാലിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളവർക്കോ രാവിലത്തെ 1 മണിക്കൂർ അത് കിട്ടും, 1 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂർ, 5 മണിക്കൂറൊക്കെ ചില ആളുകൾക്ക് പെരയത്തെ പത്രം വായിച്ചിട്ട് സമാധാനമാകാതെ പീഡിക്കറങ്ങും. പെരയത്തെ പത്രം വായിച്ചിട്ട് അന്തം കിട്ടൂല, എന്നിട്ട് പീഡിക്കറങ്ങും. പീഡിയത്തെ പത്രം വായിക്കണം. അപ്പൊ പിന്നെ പെരയിന്ന് കിട്ടിയ അന്തം കൂടി ഇവിടെ പോകും. പിന്നെ ആയിട്ട് ഇങ്ങനെ ഭൂമിയിലല്ല ഹവയിലല്ലാത്ത കോലത്തിൽ പരിഹരിക്കാൻ തിരിച്ചു പോകും. എന്റെ പായത്തിൽ ഒരു പുസ്തകമുണ്ടാവില്ല. കാരണം ഒരു വാർത്തയെ പറ്റി 12 പത്രം 12 രൂപത്തിൽ റിപ്പോർട്ട് ചെയ്യാം. അല്ലേ ഒരു വാർത്ത, ഒരു പത്രം ഇടത്, ഒന്ന് വലത്, ഒന്ന് മിഡില്, ഒന്ന് ഇടതുമല്ല വലതുമല്ല, ഇങ്ങനെ ഇടതും വലതും ഇടതും വലതും വലതും ഇടതും ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് അവസാനം അന്തപ്പെട്ട് അങ്ങനെ പോകും. അതിനു വേണ്ടിയോ 3-4 മണിക്കൂർ വേസ്റ്റ് ആക്കും. ഇതേ വാർത്ത ഇന്നലെ ഉച്ച മുതൽ വാട്സപ്പിൽ കാണുന്നുണ്ട്. പിന്നെ എന്തിനാ വായിക്കണത്? മനസ്സിലായില്ല. ആ വാർത്ത കോടതി പാസ്സാക്കിയ ഉടനെയും നിയമം പാസ്സാക്കിയ ഉടനെ വാട്സപ്പിൽ ഇങ്ങനെ വരുന്നുണ്ട്. അക്കവും വായിച്ചിട്ടുണ്ട്. പിന്നെയും എന്ത് വായിക്കും? പത്രം വായിക്കും. ഇന്നലെ വാട്സപ്പിൽ വരാത്ത ഒരു വാർത്തയും ഒരു പ്രധാന വാർത്തയും ഇന്ന് പത്രത്തിൽ ഉണ്ടാവില്ല. എന്നിട്ട് 5 മണിക്കൂറും അള്ളാന്റെ പരിശുദ്ധ കലാം ഓടാൻ 10 മിനിറ്റ് ചിലവാക്കൂല. ഒരു 10 മിനിറ്റ് അള്ളാന്റെ കലാം ഓടാൻ ചിലവാക്കൂല. ഒരു 10 മിനിറ്റ്, ഒരു 10 മിനിറ്റ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ വാർത്തയുണ്ട്. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ്, ഏറ്റവും നല്ല വാർത്ത അള്ളാഹുവിൻ്റെതാണ്. ഒരു 10 മിനിറ്റ് അള്ളാന്റെ പത്രം വായിക്കൂല. അള്ളാരാ? അള്ളാഹുവിൻ്റെയും നിന്റെയും ഖാലിഖാ. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. ഉറക്കപ്പറ അള്ളാഹ്, ഇതിന്റെ പത്രം വായിച്ചീനോ എന്ന് ചോദിച്ചാൽ എന്നല്ലേ പേടിക്കണ്ട്? പാർട്ടിയുടെ സെക്രട്ടറി ചോദിച്ചു എൻ്റെ വരിയിൽ, എന്താ പാർട്ടിയുടെ സെക്രട്ടറി പേടിക്കണം എന്തിനാ? എന്നല്ലെങ്കിൽ നാളെ കഴിഞ്ഞില്ലേ? ഞാൻ ജനിച്ച കാലത്തുള്ള പാർട്ടിയുടെ സെക്രട്ടറിമാരൊന്നും ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ ആവോ? ലൈലത്തുൽ ഖദറിന് സയ്യിദുനാ ജിബ്രീൽ ഭൂമിയിൽ വന്നു അലൈഹിസ്സലാം. ഉറക്കപ്പറ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം. അള്ളാഹ്ക്ക് തല കൊടുത്ത ഒരു മനുഷ്യൻ. തലേന്ന് പാടത്തപ്പണി ഉണ്ടായിരുന്നു. വൈകുന്നേരം വരെ കൊയ്ത്തും മരിയും അല്ലെങ്കിൽ നടിയിലും നാറുവരിക്കലും നിനക്ക് മുൻഗാമികൾ. വൈകുന്നേരം ചേറ്റിൽ പൂണ്ടി കഴിഞ്ഞിട്ട് വൈകുന്നേരം ഒന്ന് കുളിച്ച് അതുവരെ 4 റക്അത്ത് ലോറിനും അസറിനും സുബൈ നിസ്കരിച്ചാണ് പാഞ്ഞിറങ്ങിയത് പാടത്തേക്ക്. പിന്നെ ലോറും അസറും ഫർള് മാത്രം നിസ്കരിച്ച് പിന്നെയും പണിക്കിറങ്ങി. മഗ്‌രിബിൻ്റെ ഇരുട്ടാണ് നമ്മൾ കയറിപ്പോന്നു. പിന്നെ കുളിച്ച് മഗ്‌രിബ് നിസ്കരിച്ച് ഇശ നിസ്കരിച്ച് പോലെ കണ്ണ് താഴത്ത് കൊന്നു. പറയണ മനസ്സിലാവുണ്ട് നിങ്ങൾക്ക്? അപ്പോഴത്തേന് എന്തായി? വീണു. പാടത്ത് പണിയാ, എന്താണ്? നോമ്പാണ്. സുബൈൻ്റെ മുമ്പ് എന്തേ അങ്ങനത്തെ ഒരു കാലം ഇവിടെ കഴിഞ്ഞിട്ടില്ലേ? പറയടൂ. പാടത്ത് പണിക്കിറങ്ങി സുബൈൻ്റെ മുമ്പ് അത്താഴം കഴിച്ച് സുബൈ നിസ്കരിച്ച് നേരെ പാടത്തേക്ക് ഇറങ്ങി. എന്തിനാ പാടത്തേക്ക് ഇറങ്ങണത്? പണിയെടുക്കാൻ. എന്തിനാ പണിയെടുക്കണത്? മനുഷ്യന്മാർക്ക് ഭക്ഷണം കഴിക്കാൻ, ജീവികൾക്ക് വൈക്കോലും താൻ അല്ലേ? പറ. വീട്ടിൽ ഇങ്ങനെ ചേറുന്ന സമയത്ത് വീണ ആ കണ്ണും കമ്പും വരെ ഉറുമ്പ് വന്നു. അതൊക്കെ ഇയാൾ നയിച്ചുണ്ടാക്കിയതാണ് അല്ലേ? ഇയാൾ അധ്വാനിച്ചപ്പോൾ പടച്ചോൻ കൊടുത്തതല്ലേ ആ മുതൽ? ഇതിനല്ലേ ഇയാൾ ഇറങ്ങിയത്? പറയടോ. ആ ഒരു ഇടങ്ങായി നെല്ല് പാടത്തുനിന്ന് കയറി വന്നപ്പോഴത്തിന് എത്ര ആളുകൾക്ക് അതിൽ ഭക്ഷണം കിട്ടി? ഒരു 100 പറ ഇയാൾ അധ്വാനിച്ചപ്പോൾ അള്ളാഹു തആല കൊടുത്ത ആ മുതലിൽ എത്ര ആയിരം ആളുകൾ ഭക്ഷണം കഴിക്കും? ഇതിന് കാരണമായിട്ട് ഇയാൾ സുബൈ നിസ്കരിച്ച് പാടത്തേക്ക് ഇറങ്ങിയതാണ്. പിന്നെ ളുഹ്റിന് ഒന്ന് തോട്ടിലിറങ്ങി കയ്യും കാലും കഴുകി വേഗം ഒന്നുകൊടുത്ത് പെട്ടെന്ന് 4 റക്അത്ത് നിസ്കരിച്ച്. എന്തില്ല? ഉച്ചഭക്ഷണമല്ല. എന്തുകൊണ്ട്? നോമ്പാണ്.
അസ്റായി, ചായ ഉണ്ടല്ല, വീഴാൻ പോവാണ്. പക്ഷെ പാടത്തെ പണി ഇന്ന് തീർക്കണം. ഇല്ലെങ്കിൽ വെയിലാണ് അറിയിക്കണത്. ഇനി മുന്നോട്ട് പോയാൽ പിന്നെ പാടത്ത് വെള്ളം ഉണ്ടാവില്ല, നടിയിലും പറ്റൂല. ഞാറ് നടാനും അയാളുണ്ട്, ഞാറ് കൊടുക്കാനും അയാളുണ്ട്, പൂട്ടാനും അയാളുണ്ട്, എല്ലാത്തിനും അയാളുണ്ട്. എല്ലാം മകനി പായപ്പോഴോ ആ തോട്ടം തന്നെ ഒന്ന് കുളിച്ച് പാഞ്ഞൊന്ന് അതാ ചായപ്പുള്ള നിസ്കാരപ്പള്ളി പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്നു. തട്ടിയാന്ന് പറയും നമ്മളെ എറണാട്ടിലൊക്കെ. അതായത് പാടത്തിൽ 4 കാല് കുഴിച്ചിട്ടിട്ട് ആ 4 കാലുമേ എന്ത് ചെയ്യും, പല അടുക്കും കൃഷിക്കാർക്ക് നിസ്കരിക്കാൻ വേണ്ടി. ഇതൊക്കെ ഓർമ്മ ഉണ്ടോ? മനസ്സിലായില്ല? നമ്മളൊക്കെ നാട്ടിൽ തട്ടിയാന്ന് പറയുന്നത് മനസ്സിലായില്ല. അതായത് 4 കാല് കുഴിച്ചിട്ട് ആ 4 കാലുമേൽ എന്ത് ചെയ്യും, ഇങ്ങനെ പലക അടുക്കും. എന്നിട്ട് അവിടെ കർഷകരും മറ്റൊക്കെ അവിടെ ചെറിയൊരു കുളം ഉണ്ടാവും ഇല്ലേ, ഓർമ്മല്ലേ? അവിടെ നിസ്കരിക്കും. നേരെ പനിയിൽ വന്ന് നോമ്പ് പറഞ്ഞു വെയ്യ. പിന്നെയോ കിടക്കാൻ ഒരുങ്ങിയപ്പോൾ ഭാര്യ പറഞ്ഞു, അല്ലെങ്കിൽ ഉമ്മ പറഞ്ഞു, നിങ്ങൾ പെണ്ണ് കടന്നാൽ പിന്നെ എണീക്കൂല, നീ 25 ആവാണ്, വിശ്വസ്കരിക്കും. അപ്പോഴേക്കിന് ഇശാന്റെ വാങ്ങ് കൊടുത്ത് വിഷ നിസ്കരിച്ച്. പിന്നെ വേണ്ട, മര്യാദയ്ക്ക് ഒരു ഭക്ഷണം കഴിച്ചില്ല. എന്തുകൊണ്ട്? തളർന്ന മനുഷ്യന് പിന്നെ എന്തിനു കഴിയില്ല? പറയടാ, 2 ഗ്ലാസ് നാരങ്ങ വെള്ളം കുടിച്ചപ്പോഴത്തിന് വെള്ളം നിറഞ്ഞു. മനസ്സിലായോ? ആ മനുഷ്യൻ ഉറങ്ങി. എന്താ ദിവസം? എന്താണ് രാവിലെ ഇവിടെ വന്ന് നോക്കിയിരിക്കുന്നത്? എന്താണ് ദിവസം? ലൈലത്തുൽ ഖദർ ഇറങ്ങണ രാത്രി എന്ന് വിചാരിച്ചാളാ. 26,000 27,000 അയാളങ്ങനെ കടന്നു ആ നാട്ടിലേക്ക്, മൂട്ടയടുത്തേക്ക്, ആ പാഴൂരിലേക്ക് ആര് വന്ന്, ആ മണ്ണാർക്കട്ടേക്ക് ആര് വന്ന്? സയ്യിദുനാ ജിബ്രീലും സംഘവും ഒന്ന്. ഇയാളെന്താ ചെയ്യണത്? ഉറങ്ങ. പള്ളിയിൽ കുറെ കുത്തിത്തിരിപ്പന്മാരുണ്ട്, ഒരു നേരം വരെ ഇവർക്ക്. ഇയാളെ പണി എന്താ? കടന്നുറങ്ങും. എന്നിട്ട് ആ കുത്തിത്തിരിപ്പന്മാർക്കൊക്കെ അള്ള പുറത്തെടുക്കുക. കടന്നുറങ്ങണവനെയോ അള്ള കാണാതെ പോകണമെങ്കിൽ അള്ള നിങ്ങളെ UDF LDF ആണോ? അയാളെ ഒന്ന് അയാൾക്കൊരു സലാം കൊടുക്കാതെ സയ്യിദുനാ ജിബ്രീൽ വന്നാൽ തിരിച്ചു പോകുമോ? അള്ളാഹിൻ്റെ ഇഷ്ടദാസനല്ലേ സയ്യിദുനാ ജിബ്രീൽ. അള്ളാഹു ചോദിക്കൂലേ ജിബ്രീലിനോട്? അവിടെ വന്നപ്പോൾ, മൂട്ടയടുത്ത് വന്നപ്പോൾ, മനസ്സിലായില്ലേ, പാഴൂർ വന്നപ്പോൾ എൻ്റെ ഒരു അടിമ ഉണ്ടായിരുന്നല്ലോ, ആ അടിമനെ നോക്കിയോ? അടിമ ഉറങ്ങിയിരുന്നു. എൻ്റെ അടിമ എന്താ ഉറങ്ങിയെന്ന് നിനക്ക് അറിയുമെന്ന് ചോദിക്കൂലേ ജലാലായ റബ്ബ്? ആരോട് ചോദിക്കും? നേരം വിളക്കുന്നവരെ മേ 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 എന്ന് പറഞ്ഞ കുത്തിത്തിരിപ്പന്മാർക്ക് നേരം വിളത്താൽ എന്ന് പറഞ്ഞാലും അള്ളാഹ് പുറത്തു കൊടുക്കൂല, കൊടുത്തോളണമെന്നില്ല. ആ പള്ളിയിൽ അള്ളാഹ് പുറത്തു കൊടുത്ത ഒരാൾ പോലും ഉണ്ടായിക്കൊള്ളാം എന്നുമില്ല. അതേ സമയത്ത് ആ കടന്നുറങ്ങണ ഒരു മനുഷ്യനെ ചിലപ്പോൾ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം സുബഹിൻ്റെ മുമ്പ് തട്ടി ഉണർത്തും. അപ്പോൾ അയാൾ എണീക്കും, വേഗം അത്താഴം കഴിക്കും, ഒരു 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കും. അല്ലാഹ് എന്ന് പറയും. അപ്പത്തിന് വാങ്ങും കൊടുത്ത് പിന്നെ പാടത്തേക്ക് ഇറങ്ങുക. ചിലപ്പോൾ തഹജ്ജുദ് നിസ്കരിച്ചിട്ടുണ്ടാവില്ല. എന്തിന് തഹജ്ജുദ്? അള്ളാഹിൻ്റെ അബിദ് എന്താ ചെയ്യണത്? കുത്തിത്തിരിപ്പിനുണ്ടാ? അള്ളാഹ്ക്ക് തല കൊടുത്തോനാ. മനസ്സിലായില്ലേ? പറയേ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയാതെ ഒരു നുരി വീഴ്ചിട്ടിട്ടില്ല, ഒരു വിത്ത് തന്നിട്ടില്ല. അവൻ ആരടിമയാ? അവർക്ക് പള്ളിയിൽ മദ്രസയിൽ പോയി കുത്തിത്തിരിപ്പിനുണ്ടാക്കാനും ജനറൽ ബോഡിക്ക് തല്ലാൻ പോകാനും നേരല്ല. അവന് പാടത്ത് പണിയാണ്. കുട്ടികളെ പോറ്റണം, നാട്ടുകാരെ പോറ്റണം. എന്തേ അങ്ങനെ തന്നെയല്ലേ? നെല്ലുണ്ടായാൽ ആദ്യത്തെ ചാക്ക് നെല്ല്, പൂളുണ്ടായാൽ ഒരു ചാക്ക് പൂള, വയണ്ടായാൽ ആദ്യത്തെ കൊല നേരെ വയലിറക്കോടത്ത് കൊണ്ടു നോക്കും. ഇല്ലേ? ആദ്യത്തെ കൊല വയ ആർക്ക് കൊടുക്കും? എവിടെ കൊടുക്കും? പറയടോ. ചില പഴയ കാലത്തൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ജുമാക്ക് നമ്മൾ ചെന്നാൽ ജുമാ കഴിഞ്ഞിറങ്ങുമ്പോൾ ഒരിക്കൽ തേങ്ങലെല്ലാം ഉണ്ടാവും, അല്ലെങ്കിൽ വായക്ക. എന്തേ? അത് അവിടുത്തെ ഒരു കർഷകന്റെ ആദ്യത്തെ വായക്കൊലയാണ്. എന്തേ? ഇല്ലേ? പറയടാ. 10 കോഴിമുട്ട. എന്തേ? അവന് കോഴി വളർത്തുന്ന കോഴി ആദ്യത്തെ മുട്ടയാണ്, കൊണ്ടു കൊടുക്കും. എവിടേക്ക്? പള്ളിയൊക്കെ. എന്തേ? ഇല്ലേ? എന്തേ? അവൻ ആദ്യം കിട്ടിയാലും ആർക്ക് കൊടുക്കും? അള്ളാന്റെ മാർഗത്തിനെ കൊടുക്കും. അള്ളാന്റെ ആളാ. കമ്മിറ്റിക്കാരനോ? കമ്മിറ്റിക്കാരൻ മുഴുവൻ കുറ്റം പറയാനില്ല. ഈ കമ്മിറ്റിക്കാരക്കാലം വരെ ഒരു കോഴിമുട്ട പോലും, ഒരു 10 റുപ്യ പോലും മര്യാദക്ക് കൊടുത്തിട്ടുണ്ടാവില്ല. വെള്ളിയാഴ്ച ഇങ്ങനെ പാട്ട കൊടുക്കുമ്പോൾ ആ പാട്ട അവനാണ് കിട്ടുന്നല്ലാതെ ആ പാട്ടയ്ക്ക് ഒരു 10 റുപ്യ ഓണ്ടിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? അവന് ലോകം കൂടിയപ്പോഴുള്ള പയമ്പൊരിയും ചായയും ലാഭം ഇത്രയും ഉണ്ടാവുള്ളൂ ചിലപ്പോൾ കമ്മിറ്റിക്കാർക്ക്. ഇപ്പം കമ്മിറ്റി ആവൂലേ? ഇവനൊരു കാര്യം പറഞ്ഞാൽ ആ മാലിൽ സ്വീകരിക്കില്ല. പൈസ കമ്മിറ്റി ഒന്നും അല്ലല്ലോ ഇവിടെ പറയാൻ വിചാരാ അങ്ങനെ ചോദിക്കും. പിന്നെ അള്ളാൻ്റെ ആണോ? മനസ്സിലായില്ലേ? ചിന്തിക്ക്. എന്തിനാണാ നേരം വിളിക്കുന്നവരെ കളകളാന്ന് പറയുന്നത്? അള്ളാന്റെ അടിമയെ ഉറങ്ങിക്കിടക്കുകയാണെങ്കിലും ആ ലിസ്റ്റ് എടുത്തിട്ട് പേര് പറഞ്ഞ് നെറ്റിയിലൊരു മുത്തം കൊടുത്തിട്ട് ആര് പോകുള്ളൂ? സയ്യിദുനാ ജിബ്രീൽ. കാരണം ഇവൻ ആരാളാ? പറയട. രാവിലെ വന്നിട്ട് നോക്കിയിരിക്കല. ആരാളവൻ? അള്ളാന്റെ ആളാടാ. ആ പള്ളിയിൽ 25 ആളിന് 35 ആളിന് നേരം വിളിക്കുന്നവരെ ഈ കുത്തിത്തിരിപ്പന്മാർക്ക് ചിലപ്പോൾ അള്ളാഹു തആല അവരെ ലിസ്റ്റ് തന്നെ കയറ്റിയിട്ടുണ്ടാവില്ല. പള്ളിയിലിരിക്കുന്നവരെ കയറ്റൂല എന്നല്ല, കയറ്റിക്കൊള്ളണം എന്നില്ല.
പാടത്ത് പണിയെടുത്തിട്ട് ഒരു തഹജ്ജുദ് നിസ്കരിക്കാത്തവനെ അള്ളാഹ് ഒഴിവാക്കി കൊള്ളുന്നുമില്ല. എന്തുകൊണ്ട്? ആരാണ് അള്ളാഹുവിൻ്റെ ആൾ എന്നതാണ് വിഷയം. ആരെ തലയാണ് അള്ളാഹു കൊടുത്തതെന്ന വിഷയം. മനസ്സിലായോ? ചിന്തിക്ക് വളരെ ചിന്തിക്ക്. അതാണ് പഠിക്കേണ്ടത്. മക്കയിലെ മുദ്രിസായിരുന്നു. മക്കയിലെ മുദരിസായിരുന്നു. രാജാവിന് പൂതി മകനെ കൊണ്ട് മക്കയിലെ മസ്ജിദുൽ ഹറാമിലെ മുദരിസിന്റെ മകളെ സ്വന്തം മകനെ കൊണ്ട് കിട്ടിക്കണം. പലവട്ടം രാജാവ് ആളെ പറഞ്ഞയച്ചു. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. രാജാവിൻ്റെ തറവാട്ട് പോയിട്ട് അക്കും ബാത്തുലില്ലാത്ത മുതൽ തിന്നാൻ എൻ്റെ കുട്ടിക്ക് തിന്നാൻ കൊടുക്കാൻ ഇഷ്ടമല്ല. ആർക്ക്? അബി റബാഹ്. എന്തിനാണ് രാവിലെ വന്ന് ഉറക്കം റളിയല്ലാഹു പറഞ്ഞു, എന്തിനാണ് അവിടെ രാവിലെ വന്നിരിക്കുന്നത്? ആരാ അത്താഴെന്ന വിചാരിച്ച് റളിയല്ലാഹു അൻഹു. അവരൊന്നും പേരില്ലെങ്കിൽ എങ്ങനെ ഈ ഭൂമി ഉണ്ടാകുക? അവരൊക്കെ അല്ലാതെ ഈ ദീൻ ഇവിടെ ആരുടെ പ്രചരിപ്പിച്ചത്? ആരാ അത്താഴ് നിങ്ങൾ വിചാരിച്ച് റളിയല്ലാഹു അൻഹു. രാജാവ് പലവട്ടം ആളെ പറഞ്ഞേച്ച്, പക്ഷേ ആ ഭാഗത്തേക്ക് നോക്കിയില്ല. അതിനിടയിൽ വൈകുന്നേരമാകാൻ ഒരു അസർ നിസ്കരിച്ചപ്പോൾ, ഒരു ദിവസം അസർ നിസ്കരിച്ച് പേരിലെത്തിയപ്പോൾ ഒരു പഴയ ശിഷ്യൻ കാണാൻ വന്നു. കരഞ്ഞുകൊണ്ടാവന്നു. ഒരു പഴയ ശിഷ്യൻ, എൻ്റെ മോനെ റളിയല്ലാഹുവിന്റെ ദർസിൽ പണ്ട് പഠിച്ച്. മനസ്സിലായോ? താബിഈങ്ങളിൽ നേതാവാണ് ആര്? റളിയല്ലാഹു അൻഹു. മക്കയിലെ മുദരിസ, കറുകറുത്ത മനുഷ്യനാണ്. മനസ്സിലായില്ല? നോക്ക്. സുന്ദരിയായ മകളെ ചോദിച്ചു വന്ന് രാജാവിന്റെ മകൻ കൊടുത്തില്ല. രാജാവ് പലവട്ടാളെ പ്രവർത്തിച്ച് കൊടുത്തില്ല. വലിയ മുതലാളിയെ കൂടെ രാജാവിന്റെ ബന്ധു വന്ന. അപ്പോഴാണ് ഒരു വൈകുന്നേരം ഒരു ശിഷ്യൻ വന്നു. എന്തിനാ കരയുന്നത്? എന്റെ ഭാര്യ മരിച്ചുപോയി ഉസ്താദ്, അത് പറയാൻ വേണ്ടി വന്നതാ. അപ്പൊ ഭാര്യക്ക് വേണ്ടി താർന്നു കൊടുത്തു. അള്ളാഹു സ്വർഗത്തിൽ കിടത്തട്ടെ, ഞാൻ വിഷമിക്കൊന്നും വേണ്ടിട്ട് എന്നാണ് ശിഷ്യൻ. പിന്നെ ചോദിച്ചു, പിന്നെ പെണ്ണിട്ടിയാ? ഇല്ല തുരീത് ബിൻതി, എൻ്റെ മകളെ കെട്ടുന്ന ബുദ്ധിണ്ട. അപ്പോൾ അടങ്ങി ഒന്നും പറയാൻ കഴിയില്ലല്ലോ. ഉസ്താദിൻ്റെ സുന്ദരിയായ ഇതുവരെ കെട്ടിക്കാത്ത മകളെ ഞാൻ കെട്ടണമെന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു മോശമല്ലേ? മൗനം സമ്മതമാണെന്ന് മനസ്സിലാക്കി. അല്ല എന്തൊക്കെ ശരി, എൻ്റെ കയ്യിൽ മഹറായി തരാൻ വല്ല ദൃഹമുണ്ടോ? തപ്പിയൊക്കെ പുറത്തേക്ക് ഇറങ്ങി. റോട്ടിക്ക് ഇറങ്ങി. മനസ്സിലായി പറഞ്ഞത്. പെണ്ണിന് കല്യാണം കോടി എടുത്തിട്ടില്ല, ഒന്നുമില്ല. പരിസരത്ത് ആളുകളെ വിളിച്ചു നിർത്തി. രാജാവിൻ്റെ മകൻ ചോദിച്ച മുതലാ, അത്രയും വലിയ സുന്ദരിയായ പെണ്ണാ ഇത്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? പരിസരത്ത് ആളുകളെ എല്ലാവരും നേരെ കെട്ടിച്ചു കൊടുത്ത്. എന്തേ? ഈ ശിഷ്യനെ പറ്റി ഉസ്താദിനറിയാം. അവൻ്റെ ഭാര്യ മരിച്ച സങ്കടത്തിൽ അവനെ സന്തോഷിപ്പിക്കുന്ന എൻ്റെ കടമയാണ്. അവൻ്റെ അടുത്ത് പോയാൽ എൻ്റെ കുട്ടിക്ക് ഹലാലല്ലാത്ത മുതൽ കഴിക്കേണ്ടി വരില്ല. രാജാവിൻ്റെ അടുത്ത് പോയാൽ ബന്ധു വലിയ തറവാട്ടിയാരാണോ, പക്ഷേ കൊഴിക്കുന്ന മുതൽ അക്കും പാത്തിലും നോക്കാത്ത മുതലാവും. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഇന്ന് പല ആളുകളെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടി നടക്കുന്ന നമ്മൾ ചിന്തിക്കണം. ഇന്ന് പലരെയും തൃപ്തിപ്പെടുത്തണം നമ്മൾ ആഗ്രഹം. അവർ ദുനിയാവിൽ ആരെയും തൃപ്തി ആഗ്രഹിച്ചില്ല. അടുത്ത ദിവസം രാജാവിൻ്റെ കൊട്ടാരത്തിൽ വിവരം പറ്റിയത് മുദരിസിന്റെ മകളെ ഇന്നലെ രാത്രി കെട്ടിച്ചിട്ടുണ്ട്. രാജാവിൻ്റെ അനിഷ്ടത്തിന് കാരണമായി. അതൊന്നും മുദരിസിന് പ്രശ്നം. മുദരിസിന് ആരുടെ പ്രശ്നമേ ഉള്ളൂ? അള്ളാഹുവിൻ്റെ ഇഷ്ടം. പറഞ്ഞതൊക്കെ ചരിത്ര ഒക്കെ ഒന്ന് പഠിച്ചു നോക്ക്. കാരണം അവർ ആരല്ലാതെ പേടിച്ചിട്ടില്ല, അള്ളാഹു അല്ലാതെ പേടിച്ചിട്ടില്ല. ആ വിഷയം ഞാൻ അവസാനിപ്പിക്കാം. ചിന്തിക്ക്. നിന്റെ തലച്ചോറിൽ ഈ പരിശുദ്ധ ഇസ്മിന് എത്ര സ്ഥാനമുണ്ട് എന്ന് പരിശോധിക്കണം. അതുണ്ടെങ്കിൽ ഇന്നലെ ലൈലത്തുൽ ഖദ്ർ, ഇന്നത്തെ രാത്രി ലൈലത്തുൽ ഖദ്ർ, ഇന്നത്തെ പകൽ അറഫ. അറഫിന്റെ പ്രത്യേകത എന്താ? കയ്യൊന്നിച്ച് അള്ളാഹു ഓർക്കുന്നല്ലേ? കയ്യെന്നാണ് അറഫയായാൽ എവിടെ പോയാലും അള്ളാഹു ഓർക്കില്ല, അള്ളാഹു സ്വീകരിക്കില്ല. നിനക്ക് എന്താ അറഫ? നിനക്ക് എന്നും അറഫനല്ലേ? നീ കയ്യൊന്നിച്ചാൽ അള്ളാഹു തആല സ്വീകരിക്കുന്ന അവസ്ഥയിലേക്ക് നീ വളർന്നാൽ നിനക്ക് എല്ലാ രാത്രിയും ലൈലത്തുൽ ഖദ്ർ അല്ലേ? നിനക്ക് എല്ലാ പകലും അറഫല്ലേ? എന്നൊക്കെ പറഞ്ഞ് മനസ്സിലായ കുട്ടികളെ, നീ അള്ളാഹു സ്വീകരിക്കുന്നവനായി കഴിഞ്ഞാൽ, നിന്റെ തലച്ചോറ് അള്ളാഹ്ക്ക് നീ കൊടുത്തു കഴിഞ്ഞാൽ, നീ നിന്റെ തലച്ചോറ് വിറ്റു. ആർക്ക് വിറ്റു? അള്ളാഹു തആലക്ക് വിറ്റു കഴിഞ്ഞാൽ നിന്റെ എല്ലാ പകലും അറഫിയ, നിന്റെ എല്ലാ രാത്രിയും.
ചിലപ്പോൾ നിനക്ക് തഹജ്ജുദ് കിട്ടും, ചിലപ്പോൾ കിട്ടൂല. ഒരു പൊതു കാര്യത്തിന്, രാവും പകരം ഒരു പൊതുവായ കാര്യത്തിന് വേണ്ടി അധ്വാനിച്ചോടിയ മനുഷ്യൻ രാത്രി 1 മണി 2 മണി കിടന്ന് സുബഹിക്ക് എണീക്കും, തഹജ്ജുദ് കിട്ടിയില്ല. വല്ല കുഴപ്പമുണ്ടോ? പറയടോ, വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. തഹജ്ജുദിന്റെ ഹദീസുകൾ ഏറിയ കൂറും റിപ്പോർട്ട് ചെയ്ത സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പലപ്പോഴും തഹജ്ജുദ് കിട്ടിയിട്ടില്ല. എന്ത്? ഇൽമിൽ ശുഗലായി തളർന്ന് കിടക്കും, പിന്നെ സുബഹിക്ക് അറിയുള്ളൂ. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? ഇൽമിൽ ശുഗലായി തളർന്ന് വീഴും. ആര്? സയ്യിദുനാ അബൂ ഹുറൈറ. സയ്യിദുനാ അബൂ ഹുറൈറ എന്ന് പറയടാ, മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ദറജ അല്ലാഹു ഏറ്റി കൊടുക്കട്ടെ. അവർ ആ മഹാന്റെ സ്നേഹനല്ലേ ഇന്ന് നമുക്ക് വിജ്ഞാനമായത്. മനസ്സിലായോ? ചിന്തിക്ക്. തഹജ്ജുദ് നിസ്കരിച്ചിരുന്ന മനുഷ്യന്മാരൊന്നാവൂല, അതിൻ്റെ അർത്ഥം തഹജ്ജുദ് ഒഴിവാക്കണം എന്നല്ല. നിസ്കരിക്കും, ഇല്ലെങ്കിലോ ചിലപ്പോൾ പോകും. എൻ്റെ പണി നാട്ടിലെ നന്മ. ഉറങ്ങാൻ വേണ്ടി കിടക്കുമ്പോഴാണ് ഒരാൾ വന്നത്, എൻ്റെ അമ്മക്ക് സുഖമില്ല, അപ്പോൾ നീ ഓടിപ്പോയി. മനസ്സിലായോ പറഞ്ഞത്? പിന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അന്ന് തിരിവായെന്ന് അന്ന് പോയിട്ട് മെഡിക്കൽ കോളേജിലെ ICUവിൻ്റെ മുന്നിലാണ് നീ ഈ ദിവസം ഉറങ്ങിയാലല്ലേ എന്തുള്ളൂ തഹജ്ജുദുള്ളൂ. ഇന്നത്തെ തഹജ്ജുദ് കിട്ടിയില്ല. 30 കൊല്ലമായി തഹജ്ജുദ് മുടങ്ങിയിട്ടില്ല. 31ാമത്തെ കൊല്ലത്തിൽ ഇറങ്ങിയപ്പോൾ അന്നത്തെ തഹജ്ജുദ് പോവുകയും ചെയ്തു. ഇനി കുറ്റപ്പെടുത്തുന്നതിനാ 30 കൊല്ലത്തെ തഹജ്ജുദിനേക്കാൾ ചിലപ്പോൾ വില ഈ ദിവസത്തെ ഉറക്കൊഴിക്കലായിരിക്കും. എന്ത്? അത് അല്ലാഹുവിൻ്റെ അബ്ദിന് വേണ്ടിയാണ്. അല്ലാഹുവിൻ്റെ അബ്ദിനെ സന്തോഷിപ്പിച്ചാൽ ആര് സന്തോഷിക്കും? അല്ലാഹു സന്തോഷിക്കും. സത്യമാണോ അല്ലേ? ഒരു കഴിഞ്ഞവൻ്റെ പിന്നാലെ ഒന്ന് പോയി അവനൊന്ന് സഹായിച്ചു കൊടുത്താൽ അവിടെ ആര് നിന്റെ കൂടെ? അവിടെ ആരുണ്ടാവും? ഉറങ്ങാത്ത റബ്ബ് നിന്റെ കൂടെ ഉണ്ടാവും. ഉറങ്ങുന്ന ദിവസം റബ്ബിനെ നിനക്ക് നഷ്ടപ്പെട്ടാലും ഉറങ്ങാത്ത ദിവസം റബ്ബിൻ്റെ അബ്ദിന് വേണ്ടി ഉറക്കമൊഴിവാക്കിയ ദിവസം ഒരിക്കൽ പോലും റബ്ബ് നിന്നെ നോക്കാത്ത ഒരു സെക്കൻഡ് ഉണ്ടാവില്ല. കാരണം നീ അധ്വാനിച്ചത് ആർക്ക് വേണ്ടിയാണ്? നിന്റെ റബ്ബിൻ്റെ. പറയടൂ, അവൻ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്ന് എന്ത് കണക്കെടാതിന് കഴിഞ്ഞവനെ സഹായിക്കണോട്ട് എന്ത് മുസ്ലിം എന്ത് ഹിന്ദു. മനസ്സിലായോ പറഞ്ഞത്? ഓടി വന്ന എൻ്റെ പേരിൽ കാറുണ്ട്, അപ്പുറത്തെ കൃഷ്ണൻ്റെ പേരിൽ നിന്ന് പാഞ്ഞു ഭാര്യക്ക് പ്രസവേദന കളിക്കിയിട്ടുണ്ട്. ആചാര്യ മേപ്പെട്ട് കീപ്പെട്ട് നോക്കിയിട്ട് ഇനിവിടെ ഇവരില്ലല്ലോ എന്ന് അറിയില്ലല്ല, പണി മൂപ്പർക്കും പട്ടി തിരിച്ചാൽ മൂപ്പർക്കും അറിയാലോ. എന്നാ കൊണ്ടുവര്. അവിടുന്ന് ഭാര്യ പ്രസവിച്ചാവോ കൃഷ്ണൻ്റെ ഭാര്യ ഇന്നോവയിൽ പ്രസവിച്ചാൽ ആ പ്രസവത്തോടു കൂടി നിന്റെ ദോഷമുള്ള പുറത്തു കൊടുക്കും. എന്തുകൊണ്ട്? നീ സൗകര്യപ്പെടുത്തി കൊടുത്തത് ആർക്ക് വേണ്ടിയാണ്? അള്ളാഹ് പറയേണ്ടത് എന്താണ് രാവിലെ വന്നിരിക്കുന്നത്? നീയെ സൗകര്യപ്പെടുത്തിയത് കൃഷ്ണൻ്റെ ഭാര്യ പ്രസവിച്ചു നിന്റെ ഇന്നോവയിൽ. അപ്പോൾ നീ ഒന്നും പറഞ്ഞില്ല. കൃഷ്ണൻ നിന്നെ വരിക ആചാര്യപ്പളെ ഭാര്യ പ്രസവിച്ചു പോയല്ലോ, അതൊന്നും സാരല്ലടാ, അതൊക്കെ മനുഷ്യ സാഹചര്യ, അതിന് വിഷയമില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാം. പരിസരത്തിറങ്ങി അവിടെ ഏതെങ്കിലും വല്ല പെണ്ണുങ്ങളുണ്ടെങ്കിൽ ആ പെണ്ണുങ്ങളെ കൂട്ടി വിളിച്ചിട്ടാ നമ്മളൊക്കെ ഒരാളെ ഭാര്യ പ്രസവിച്ചു പെണ്ണുങ്ങളെ ഒന്ന് കൂട്ടി വിളിക്കും. അവിടെ ആണുങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ പരിസരത്ത് പെണ്ണുങ്ങൾ അവർ ഓടി വന്ന് അവർ തഹജ്ജുദിന് വേണ്ടി കാത്തിരിക്കുമ്പോഴാ ഒരാൾ ഓടി വന്നിട്ട് ഒരു പെണ്ണ് കൃഷ്ണന്റെ ഭാര്യ. അന്ന് അവർക്കും തഹജ്ജുദ് മുടങ്ങി. എന്ത് പ്രശ്നമാണ് ഉള്ളത്? ആ പാവപ്പെട്ട കൃഷ്ണന്റെ ഭാര്യയെ ചിലപ്പോൾ അതിനൊന്ന് ശുദ്ധീകരിക്കുകയും സൗകര്യപ്പെടുത്തി കൊടുക്കുകയും ആ കുട്ടീനൊന്ന് കുളിപ്പിച്ചു കൊടുക്കുകയും ചെയ്ത രാത്രിയായിരിക്കും. അല്ലാഹു തആല നിന്നെ ഏറ്റവും പറയണ എന്തട വന്നിരിക്കുന്നത്, എന്താണ് വിചാരിച്ചത്? അള്ളാഹ് നിന്നെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന രാത്രി ഒന്നായിരിക്കും. കാരണം ഒരു കഷ്ടപ്പെട്ടവന്റെ വേദന നീ അന്ന് പരിഹരിച്ചിട്ടുണ്ട് ഇല്ലേ? പറയാ അവിടെ കൃഷ്ണനെന്നോ തോമസ് എന്നോ മുഹമ്മദാക്കെന്നോ ഇല്ല. മനുഷ്യത്വത്തിന് മതല്ലടാ. അല്ലെങ്കിൽ നമ്മുടെ മതത്തിന് മനുഷ്യത്വം മാത്രമേ ഉള്ളൂ. മനുഷ്യത്വമില്ലാത്ത ഒന്നും ഇസ്ലാം മതത്തിൽ ഇല്ല. നമ്മുടെ മതത്തിന്റെ ഫൗണ്ടേഷൻ കിടക്കുന്നത് എന്തിലാണ്? പറയണ മനുഷ്യത്വത്തിലാണ്. അതുകൊണ്ടാണ് വർഗീയത ഇസ്ലാം അല്ലാതായത്. എന്തുകൊണ്ട്? വർഗീയതയിൽ മനുഷ്യത്വം ഇല്ല. അതുകൊണ്ട് ഇസ്ലാമിൽ എന്തുമില്ല, വർഗീയതയില്ല. പറഞ്ഞു മനസ്സിലായോ? വർഗീയവാദി മുസ്ലിം അല്ല, യഥാർത്ഥ മുസ്ലിം അല്ല, വർഗീയവാദി. എന്തുകൊണ്ട്? വർഗീയതയിൽ മനുഷ്യത്വമില്ല. മനുഷ്യത്വമില്ലാത്ത ഒരു കാര്യവും എന്തിനില്ല? ഇസ്ലാമില്ല. മനസ്സിലായോ? ചിന്തിക്ക്. ഇവിടെ ഉണ്ടാക്കടാ, ഇവിടെ ആയിരിക്കും ഉണ്ടാക്കാൻ, ഇവിടെ ഉണ്ടാക്കടാ. മനസ്സിലായോ? അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതുകൊണ്ടാണ് അല്ലാഹുവിന് വേണ്ടി ജീവിക്കുക. അല്ലാഹുവിന് വേണ്ടി ജീവിക്കേണ്ടത്, അല്ലാഹുവിന് വേണ്ടി പ്രവർത്തിക്കുക. അല്ലാഹുവിന് വേണ്ടി ജീവിക്കുക, അല്ലാഹുവിന് വേണ്ടി പ്രവർത്തിക്കുക. നിന്റെ നെറ്റിയല്ല നീ നന്നാക്കേണ്ടത്, നിന്റെ കാഴ്ചപ്പാടാണ്. നെറ്റിയിൽ കമ്മിയുണ്ടെങ്കിലും കാഴ്ചപ്പാട് നേരെയായാൽ പുറത്തുവരും, പൊറുക്കാനും ഉണ്ടാവില്ല. നേരെ മറിച്ചോ നെറ്റിയൊക്കെ ഉഷാറാ, കാഴ്ചപ്പാട് മോശം എങ്കിൽ അല്ലാഹുവിന്റെ അബ്ദ് എന്ന് നിനക്ക് പറയാൻ പറ്റില്ല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ.